ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞും തണുപ്പൊക്കെ മാറി ചൂട് കാലമായി, വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നനച്ചു കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പോലെയൊക്കെയുള്ള സമയം. ഇന്ന് മാർച്ച് 3. അപ്പം ഞാനിവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് വളരുന്നതും നല്ലപോലെ വിളവ് തരുന്നതും ഒക്കെ ആയിട്ടുള്ള പച്ചക്കറികൾ. ഞാൻ എൻ്റെ ഈ ടെറസിൽ സ്ഥലം ഇട്ടാവട്ടം സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അതുതന്നെ ചട്ടിയിലും ചിരട്ടയിലും കുപ്പിയിലും പെട്ടിയിലും ഒക്കെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്തു തുടങ്ങിക്കോ. വിത്തുകൾ കിട്ടാനില്ലെന്നാണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഏകദേശം എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്തുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാം കിളുക്കുന്നതും നല്ല നിലവാരമുള്ളതുമായ വിത്തുകളാണ് നമ്മൾ തരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കൃഷിയിലേക്ക് പോകാം. നട്ടുച്ച വെയിലാകാൻ പോവുകയാണ്. അപ്പം വെയിലിന് മുന്നേ നമുക്കിതെല്ലാം ഒന്ന് പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇറങ്ങാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ചിരുന്ന തക്കാളിയുടെ ചെടികളാണ്. നല്ലപോലെ ചൂടും വെയിലും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. അപ്പം നമുക്ക് ഈ മാർച്ച് മാസത്തിലെ, മാർച്ച് ഏപ്രിൽ പോലെയുള്ള മാസങ്ങളിലെല്ലാം തക്കാളി പിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറവുള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം നട്ടു വളർത്താൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കേണ്ടത് സ്യൂഡോമോണാസ് ആണേ. അപ്പം ഞാനൊരു കുറച്ച് സ്യൂഡോമോണാസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട്, അത് മണ്ണിലോട്ട് വേണേലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെടിയിലോട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാനൊരു കുറച്ച് സ്യൂഡോമോണാസ് ആണ് ഇതിനകത്തേക്ക് ഇട്ടത്. എന്നിട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കണക്കുണ്ട്. ഏകദേശം 20 ഗ്രാമാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിന്ന നിപ്പിൽ ചെടി വാട്ടരോഗം വന്നിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നല്ല സ്റ്റൈലിലൊക്കെ തടമൊക്കെ എടുത്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. എന്തായാലും ഇത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇതിൻ്റെ എല്ലാം ചോട്ടി കണ്ടോ, ചീരയുടെ തൈകൾ ഇതിങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. കണ്ടോ കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് അവരെ പിടിച്ച് മാറ്റി നടണം. അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ നടുന്നുണ്ട് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ലപോലെ വളർത്താൻ പറ്റിയ ഒന്നാണ് ചീര. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ചുവപ്പ് ചീരയാണ്. പച്ചച്ചീര പിന്നെയും കുഴപ്പമില്ലാതെ നിൽക്കും. ചുവന്ന ചീരയാണെങ്കിൽ മുഴുവനും തന്നെ ഈ പൊട്ടുപൊട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ വരും, ഭംഗിയൊക്കെ കുറയും, കളറൊക്കെ മാറിയൊക്കെ നിൽക്കും, ഇലപ്പുള്ളി രോഗം അങ്ങനെയൊക്കെ വരാതിരിക്കുന്ന ഒരു നല്ല സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. ചീരവിത്ത് പാകി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പാകി വെച്ചോണം. എങ്ങനെയാണ് പാകി വെക്കുന്നത്, നന്നായി കിളിച്ചു വരാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്നാലും ഇപ്പം നമുക്ക് ചീരവിത്ത് പാകാനും കിളിപ്പിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണെടുക്കുക, നനച്ചു വെക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് ചീരവിത്ത് പാകി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ചകിരിച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വിത്ത് തെറിക്കാതിരിക്കാൻ മൂടി വെക്കണം. എന്നിട്ട് നല്ലതുപോലെ നനച്ച് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ 3-ാം ദിവസം നോക്കുമ്പം ചീര കിളുത്ത് വരും. പറിച്ചു നടാൻ പാകമാകുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ പാകമായ ചെടികളാണ് നമുക്ക് പറിച്ചു നടാൻ നല്ലത്. ചീരയ്ക്ക് എപ്പോഴും നല്ല വളർച്ച കിട്ടുന്നത് മാറ്റി നടുമ്പോഴാണ്. അങ്ങനെ മാറ്റി നട്ട് വളർത്തുന്നതാണ് നല്ലത്. ഇത് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ചുവപ്പ് ചീരയാണ്. അപ്പോൾ ഇതിന് തണ്ടിന് വണ്ണമൊക്കെ കുറവാണ്, വളർച്ചയ്ക്ക് ആരോഗ്യം കുറവാണ്. ഇങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചൂട് കളഞ്ഞ കോഴിവളവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പതുക്കെ ഇതിൻ്റെ ചൂടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. വേരൊന്നും പൊട്ടിപ്പോകരുത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ചോട്ടി കള വളർന്നിരിക്കുന്ന കണ്ടോ. ഇങ്ങനെ കളകൾ വളരുവാണെങ്കിൽ കള പറിച്ചു മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ച കുറയും കേട്ടോ. അപ്പം ഞാനിത് കളയൊക്കെ പറിച്ചു മാറ്റിയിട്ട് കാണിക്കാം. ഇനി നമ്മൾ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ച് മണ്ണും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചെടിക്ക് നല്ല വളർച്ച കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നനച്ചും കൊടുക്കണം. ഇനി നമുക്കിത് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചും കൂടെ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചീര നല്ല വിളവ് തരും. ഇതുപോലെ മാർച്ച് മാസത്തിലെ കൃഷിയിൽ മറന്നു പോകാതെ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട. നമ്മളിതേ കഴിഞ്ഞ ദിവസം വെണ്ടയുടെ വിത്ത് പാകി വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നതാണ്. ഇതേ പലതും കിളുത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതൊരു 4 ഇല പരുവമെങ്കിലും ആയതിനു ശേഷം എവിടേക്കാണോ വളർത്താൻ പോകുന്നത് അവിടേക്ക് മാറ്റി നട്ടാൽ മതി കേട്ടോ.
അപ്പം ഇതുപോലെ വെണ്ട നട്ടു കൊടുക്കണം. പിന്നെ വെണ്ട നട്ടു കൊടുക്കുമ്പോഴും നല്ലതുപോലെ നനച്ചു കൊടുക്കണം. വെണ്ടയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വേനൽക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതും നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും തന്നെ എല്ലാ വീടുകളിലും ആവശ്യമായി വരുന്നതുമായ ഒന്നാണ് ഒരിനം പച്ചക്കറിയാണ് പച്ചമുളക്. അപ്പോൾ ഇതുപോലെയൊക്കെ പച്ചമുളക് കണ്ടോ പാകി മുളപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഈ പ്രായമൊക്കെ ആയി വരുമ്പം നമുക്കിവരെ മാറ്റി നടാം. അങ്ങനെ മാറ്റി നടുന്ന നല്ലോണം മണ്ണിളക്കമുള്ള മണ്ണിലേക്ക് എന്തെങ്കിലും ഒരു അടിവളം, അതായത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ചേർത്ത്, അതുപോലെ കുമ്മായമിട്ട പുളിപ്പ് മാറ്റിയ മണ്ണിൽ വേണം പച്ചമുളക് നടാൻ. അല്ലെങ്കിൽ പച്ചമുളക് പൂവിട്ടും കാവിടിച്ചും ഒക്കെ തുടങ്ങാറാകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വാട്ടരോഗം വന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിലേക്ക് നടണം. ഇപ്പം ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിരിക്കുന്ന സമയമാണ്. ഇപ്പം പച്ചമുളകായാലും എന്ത് ചെടികളായാലും നമ്മൾ മാറ്റി നടുന്നത് വൈകുന്നേരം തണുപ്പൊക്കെ വന്നതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മളൊന്ന് നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ ആ നനവും തണുപ്പും നിലനിൽക്കുകയും ചെയ്യും. അപ്പം ചെറിയൊരു വേരുപിടുത്തമൊക്കെ ഉണ്ടായി തുടങ്ങും. അപ്പം പിറ്റേ ദിവസം നമ്മളൊരു ചെറിയ തണലൊക്കെ കൊടുത്താൽ മതി. ഒരു 3 ദിവസം കൊണ്ട് തന്നെ ചെടി നന്നായിട്ട് ചുവട് പിടിച്ച് വളർന്നു തുടങ്ങും. അപ്പം മുളക് നടാൻ ആരും മറന്നു പോകരുത്. എന്നോട് പലരും ചോദിച്ചിരുന്നതാണ് ചീരയിൽ നമ്മൾ കെയിൽ ചീര. അപ്പം കെയിൽ ചീര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കെയിൽ ചീര എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ കുഞ്ഞു തയ്യെ മാറ്റി നട്ട് ചുവട് പിടിച്ച് വരുന്നതാണ്. ഇതിൻ്റെ ഇല കണ്ടോ, ഈ ഓരോ ഇലയും ഒടിച്ച് നമുക്ക് തോരൻ വെക്കാം. അപ്പം വീണ്ടും വീണ്ടും മുകളിലേക്ക് ഇലകൾ വന്നു തുടങ്ങും. ചില ചെടി ഇവിടെ ഇങ്ങനെ ഈ ബന്ദി പൂത്തു മറിഞ്ഞു വന്നിട്ട് സൂര്യപ്രകാശം കുറഞ്ഞിട്ട് ഇവർക്ക് കണ്ട ചെറിയ വളർച്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വളം ഇട്ട് കൊടുക്കണം. കമ്പോസ്റ്റ് വളങ്ങളാണ് എല്ലാ ചീരകൾക്കും നല്ലത്. ഈ ഒരു പെട്ടി മുഴുവനും കണ്ടോ ഈ ബന്ദിച്ചെടി കയ്യേറി. ഈ കളറ് മാത്രമല്ല, ഇപ്പുറത്ത് വേറെ കളർ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പിന്നെ ചെടിയാണെങ്കിലും കണ്ടോ നല്ല കുറ്റിച്ചാണ് നിൽക്കുന്നത്. സപ്പോർട്ടൊന്നും കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല. പൊക്കം കുറഞ്ഞു തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പയറും എല്ലാ പടർന്നു കയറുന്ന ചെടികളും, പ്രത്യേകിച്ച് പയറിന് പിന്നെ എല്ലാ കാലമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പയറ്. ഈ പയറ് വള്ളി വീശി മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനേക്കാൾ കുറഞ്ഞ പ്രായത്തിലുള്ള ഇത് കണ്ടോ, ഇത് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വള്ളി വീശി തുടങ്ങിയ ഒരു സമയമാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ ആയതാണിത്. ഇതാണെങ്കിൽ കണ്ടോ കായ്ച്ചു തുടങ്ങി. പയർ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം തൂങ്ങി വരുന്നത്. അപ്പം ഈ അവസരത്തിൽ നമ്മൾ ബിവേറിയ തളിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കീടങ്ങൾ വരും. ഈ ചെടിയിൽ അങ്ങനെ കീടങ്ങളില്ല. അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കീടവും തന്നെ മുന്നേ ഒന്നും തന്നെ അതെ പിടിച്ചിട്ടില്ല. ഇതേപോലെ വേണം നമ്മൾ പയറായാലും ഒക്കെ വളർത്താൻ. കണ്ടോ പയറുണ്ടായി കിടക്കുന്ന കാണുന്നുണ്ടോ? അങ്ങോട്ട് മാറിക്കണ്ടോ കുറച്ചുകൂടെ നീളമായിട്ടുണ്ട്. എല്ലാ ഇനം വെള്ളരികളും നട്ടു വളർത്താൻ പറ്റുന്ന സമയമാണ്. വെള്ളരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സാമ്പാർ വെള്ളരിയുണ്ട്, കണിവെള്ളരിയുണ്ട്, പൊട്ടുവെള്ളരിയുണ്ട്, സാലഡ് കുക്കുംബർ, അതെല്ലാം സാലഡ് വെള്ളരിയുടെ വർഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളതെല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഗ്ലാസ്സിനകത്ത് ഇവിടെ വേറെ ഇറങ്ങി ഇതിൻ്റെ പൊക്കിയെടുക്കാം ഞാനേ. കണ്ടോ ഗ്ലാസ്സിനകത്തൂടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഗ്ലാസ് എപ്പോഴും മാറ്റിയിട്ടാണ് നടാറ്. കാരണം ചെറിയൊരു ഇതൊന്ന് മണ്ണിളക്കിയിട്ട് നടാം കേട്ടോ. ഇവിടേക്ക് അങ്ങ് ഞാൻ നടുക. ഒരു വെള്ളരി മാറ്റി തന്നെ. ഇത് ഏതാ വെള്ളരി എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഇതിൻ്റെ ഇല കണ്ടാൽ അറിയത്തില്ല നമുക്ക് കേട്ടോ. അപ്പം ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ ഞാൻ ചെറിയ കുഴി ഉണ്ടാക്കി കുറച്ച് സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമിയോ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, അങ്ങനെയാണ് നമ്മൾ നടുന്നത്. ഇങ്ങനത്തെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഗ്ലാസ് പൊട്ടിച്ചിട്ടോ പൊട്ടിക്കാതെയോ നമുക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇളക്കി എടുക്കുവാണേ. കണ്ടോ നല്ലപോലെ വേരായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വേരായ ചെടിയാണ് നമ്മൾ കുഴിച്ചു വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വളർന്നു തുടങ്ങിക്കോളും. ഇതിനകത്ത് പല ചീരകൾ ഉണ്ടോ, പലതരത്തിലുള്ള ചീരകളുണ്ട്. ചുവപ്പ് ചീരയും സുന്ദരിച്ചീരയും പച്ചച്ചീരയും അങ്ങനെ പല ഇനത്തിലുള്ള ചീരയുണ്ട്. എല്ലാ ചീരകളും വേനൽക്കാലത്ത് നന്നായി വളരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ വെള്ളരി ഇതും ഇതുപോലൊരു ഗ്ലാസ്സിനകത്താണ് ഇരിക്കുന്നത്. ഇതും ഇതുപോലൊരു ഗ്ലാസ്സിനകത്താണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം എനിക്കിവിടെ മാറ്റി നടണം. ഞാൻ ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെ നടുന്ന രീതി ഇത് തന്നെയാണ്. ഇനി ഈ ഗ്ലാസ്സിനെ നമുക്ക് വേറൊന്ന് നട്ടു വളർത്താൻ കൊള്ളത്തില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഈ ഗ്ലാസ് ഉപയോഗിക്കരുത് നടാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കണ്ടോ ഇതിന് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം ഇതിലുണ്ട്. അതുകൊണ്ടാണ് വെറും ഗ്ലാസ് വെറും പേപ്പർ അല്ല ഇത്.
പിന്നെ പടർന്നു വളരുന്ന പാവല്, പടവലം, കുമ്പളം, അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ, ചുരക്ക, പീച്ചില് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മളെ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചുരക്കയുടെ തൈകളാണ്. ഇത് ഞാൻ പാകിയപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ എലി കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് വളർത്തുന്നത്, അടച്ചു വെക്കും. അപ്പം നമ്മളിത് പൊക്കിയെടുത്തപ്പോൾ ഒരു മഞ്ഞ നിറമായിരുന്നു ഇതിൻ്റെ ഇലയ്ക്ക് കേട്ടോ. അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഒന്നും പേടിക്കണ്ട, ഇതിൻ്റെ കളറൊക്കെ നല്ല പച്ചയാകും. ഇപ്പം നല്ല ഹെൽത്തി ആയ ചെടിയായി വന്നിരിക്കുന്ന കണ്ടോ. അപ്പം ഞാൻ അവരെ നടാൻ പോകുന്നത് ഈ പാത്രത്തിലാണേ. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് നടുന്നത്. ഇതുപോലെ മണ്ണിളക്കം വേണം ചെടിക്ക്, എന്നാലേ ചെടി നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. ഇതുപോലെ നല്ലോണം മണ്ണ് ഇളക്കിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നുകിൽ ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ്. ഇതിപ്പോൾ ട്രൈക്കോഡെർമയാണ്. അപ്പോൾ കുറച്ച് ട്രൈക്കോഡെർമ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടി, കുറച്ച് മതി, അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചെടി നടുന്നത്. അപ്പം ഞാൻ ഇതിനെ ഞാൻ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കുവാണേ. അപ്പം ഇതുപോലെ എടുത്തിട്ട് ഈ മണ്ണിലേക്ക് അങ്ങ് നട്ടു കൊടുത്താൽ മതി. കണ്ടോ വേര് വന്നിരിക്കുന്നുണ്ടോ? ഇതേപോലെ വേര് വന്ന ചെടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കും. എന്നിട്ട് മണ്ണിട്ട് നമ്മളിവിടെ ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. മഴയില്ലാത്ത ഈ വേനൽക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് മല്ലി. ഇത് കണ്ടോ, പാകി വെച്ച് കഴിഞ്ഞാൽ മല്ലി എല്ലാം തന്നെ മുളച്ചു കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസ്സിനകത്ത്, ഞാനിങ്ങനെ ചെയ്തത് എലിയും മറ്റു ജീവികളൊക്കെ ഇതിൻ്റെ വിത്തൊക്കെ പാകി വെക്കുമ്പം മാന്തി കളയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിനകത്ത് വെച്ചത്. അല്ലാതെയും ഞാൻ പാകി കിളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. മല്ലിയുടെ വിത്ത്, എല്ലാം കിളുക്കുന്ന മല്ലിയുടെ വിത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളിവിടെ കൊടുക്കുന്ന മല്ലി വിത്ത് തന്നെയാണ് നമ്മൾ ഈ പാകിയും കിളിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതേപോലെ അല്ലാതെ നേരിട്ട് മണ്ണിലേക്ക് പാകി മുളപ്പിച്ചതും കാണിച്ചു തരാം. വാ, ഇത് കണ്ടോ, ഇതെല്ലാം കൂട്ടമായിട്ട് വേണം മല്ലി പാകി കിളിപ്പിക്കാനേ. ഇതെല്ലാം ഓരോരോ കൂട്ടമായിട്ട് ഞാൻ ഇവിടെ പാകി കിളിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പോക്ചോയിൽ നിന്ന സ്ഥലമാണിത് കേട്ടോ. ഇതെല്ലാം കണ്ടോ, കൂട്ടമായിട്ട് മല്ലി ഇങ്ങനെ നന്നായിട്ട് കിളുത്ത് വന്നോളൂ. ഇത്രയും സ്ഥലം മതി മല്ലി കിളിപ്പിക്കാൻ. അതുപോലെ ഇത് നിൽക്കുന്നതെല്ലാം പാലക്ക് ചീരയാണേ. അപ്പം എല്ലാ ഇനം ചീരയും, പാലക്ക് ചീരയും ഒക്കെ നമുക്ക് ഇതേപോലെ ഇപ്പം നട്ടു വളർത്താൻ പറ്റുന്നതാണ്. നമ്മൾ ഉള്ളി നട്ട സ്ഥലത്ത് വളർന്നു വന്ന ചീരയാണേ. ഇതാണ് പാൽച്ചീര എന്ന് പറയുന്നത്. കണ്ടോ, നല്ല വെള്ളത്തണ്ടും, സാധാരണ ചീര പോലെയൊക്കെ തന്നെയാണ്, അല്ലാതെ പാലൊഴിച്ച് കറി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും വരുമല്ല. സാധാരണ ചീര പോലെ തന്നെ നിൽക്കും. പക്ഷേ ഈ പാൽച്ചീരയ്ക്ക് വേറൊരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് തന്നെ പൂവിടും. അപ്പോൾ കുറച്ച് വളർന്ന അന്നേരം തന്നെ നമ്മൾ വിളവെടുത്തോണം. ഈ ചീരയുടെയും പ്രത്യേകത അതാണ്, പെട്ടെന്ന് തന്നെ പൂവിടും. അപ്പം നമ്മൾ ഈ പൂ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ മതി, നമുക്കിത് വിൽക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇത് അടത്തി തോരൻ വെക്കുകയും ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഒരു ചുവട് ചീരയാണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചുവട് ചീരയെ കണ്ടോ, കുറേ ചില്ലകൾ വരും ഈ ചീരയ്ക്ക്. അതൊക്കെ പല ഇനത്തിൽപ്പെട്ട ചീരയാണ്. ഈ ചീരകളുടെ പ്രത്യേകതകളാണ് അതെല്ലാം. അതേസമയം നമ്മുടെ ചുമലച്ചീരയാണ് നടുന്നതെങ്കിൽ ഇങ്ങനെ ശകലം വരത്തില്ല. ഇപ്പം ഈ ഒരൊറ്റ ചീരയുടെ പറിച്ചപ്പോൾ കണ്ണേ കണ്ടോ, ഇത്രയും കിട്ടി. ഇതുപോലത്തെ ഒരു 2 ചീര ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലെ തോരൻ വെക്കാൻ അല്ലെ കറി വെക്കാൻ ഇത് ധാരാളം മതി. ഇതിന്ന് നമുക്ക് വിളവെടുക്കാനുള്ള കാബേജാണേ. പക്ഷെ ഇനിയിപ്പം എല്ലാവരും പറയും, വയനാട്ടിലുള്ളവരും മൂന്നാറിലുള്ളവരും ഒക്കെ പറയും വർഷം മുഴുവനും നമുക്ക് കാബേജ് ചെയ്യാമെന്ന് പറയും. എനിക്കറിയത്തില്ല, ഞാൻ ഈ പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഈ കാബേജ് ഏകദേശം 1 കിലോ എങ്കിലും കാണും ആ കാബേജ്. ഇന്ന് നമുക്കത് വിളവെടുക്കണം. ഇത്രയും ചീര നമ്മൾ ഇന്നത്തെ തോരനുള്ളത് വിളവെടുത്തിട്ടുണ്ടേ. ഞാനിവിടെ വെക്കുക. ഈ ചീരയെല്ലാം പറിച്ച് മാറ്റാറായതാണ്. ഈ തടം ഞാൻ വൃത്തിയാക്കിയിട്ടിരിക്കുവാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ചെടികൾ ഇവിടെ നട്ടു കൊടുക്കണം. പിന്നെ ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ചാലും ഉണ്ടല്ലോ, പടർന്നു വളരുന്ന ചെടികൾക്കെല്ലാം സപ്പോർട്ട് കൊടുക്കണം. ഇത് ചതുരപ്പയറാണേ. ഇപ്പം നമ്മൾ സാധാരണ ഒരു ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ പോലെയുള്ള സമയങ്ങളിലാണ് നിറയെ കായ്ക്കുന്നത്. എന്നാൽ ഇത് വയലറ്റ് ചതുരപ്പയറാണേ. വയലറ്റ് ചതുരപ്പയർ എല്ലാ സമയത്തും കായ്ക്കും. ഈ ചെടി ഇത്രയും മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് കാണാം അവിടെ ഇവിടെ എല്ലാം പൂമൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വയലറ്റ് ചതുരപ്പയറിൻ്റെ വിത്തുകൾ കിട്ടാനില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നല്ല സൂപ്പർ പയറാണ്, വലിപ്പവും കൂടുതലാണ്, എല്ലാ കാലത്തും ഉണ്ടാകുകയും ചെയ്യും. പിന്നെ വഴുതന എന്ന് പറഞ്ഞാൽ പല ഷേപ്പിലുള്ള വഴുതനകളുണ്ട്, പല കളറിലുള്ള വഴുതനകളുണ്ട്. ഏതാണോ നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടം അത് നിങ്ങൾക്ക് നട്ടു വളർത്താം. ഇത് ഉരുണ്ട കറുത്ത നിറത്തിലുള്ള വഴുതനയാണ്. അത് ഞാൻ കായ്ച്ചു നിൽക്കുന്ന കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് വയലറ്റ് നിറത്തിലുള്ള ഉരുണ്ട വഴുതനയാണേ.
നീളം വഴുതനയും ഇല്ലിക്കൊമ്പൻ വഴുതനയും അതുപോലെ വേങ്ങേരി വഴുതനയും ഉരുണ്ട കറുത്ത വഴുതനയും പച്ച വഴുതനയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വഴുതനയാണോ ആവശ്യം അതിൻ്റെ വിത്തുകൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതും അതുപോലെ നമ്മളിവിടെ കൊടുക്കുന്ന വഴുതനയുടെ വിത്താണ്. ഇത് കണ്ടോ, പതുക്കെ അത് കായ്ച്ചു തുടങ്ങി. കണ്ടോ, നല്ല സൂപ്പർ വഴുതനയാണ്. ഇത് നമ്മൾ കൊത്തമരയുടെ വിത്ത് പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ പാകി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു. ഇതിലൂടെ കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം പാകിയതാണ് ആ കിളുത്ത് വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ കിളുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇട്ടായിരുന്നു, പക്ഷെ കിളുത്തിട്ടില്ല. കിളുത്ത് വന്നോളും. അപ്പം ഇതുപോലെ ഒരു കൊത്തമരയുണ്ട്. നമുക്ക് നിറയെ ഇതിലൊക്കെ നിൽക്കുന്ന കണ്ടോ, ഉണങ്ങിപ്പോയിട്ടാണ്. ഇനി അതിൻ്റെ വിത്തെടുത്ത് അവിടെ എവിടെയൊക്കെ നടണം. നല്ല സൂപ്പർ പയറാണ് കേട്ടോ. എല്ലാവരും ഇതേപോലുള്ള വിത്തുകളും ഒക്കെ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കണം. ഇത് അങ്ങോട്ട് നോക്കിക്കേ, പീച്ചിൽ കായ്ച്ചു കിടക്കുന്നത് കണ്ടോ. പീച്ചിൽ ഇതുപോലെ തന്നെ നിറയെ കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയൊക്കെ വാടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കൊടും ചൂടാണ് ഇപ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് ഇലയ്ക്കൊരു ചെറിയ വാട്ടം വന്നിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ പോലെയുള്ള വേനൽക്കാല കൃഷി ചെയ്യുമ്പം എപ്പോഴും നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിൽ നമ്മൾ നട്ടു വളർത്തിയാലേ ഈ കൊടും ചൂടിനെ അതിജീവിച്ചുകൊണ്ട് അവർ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും നല്ല വിളവ് തരികയും ചെയ്യുള്ളൂ. അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. പക്ഷെ എപ്പോഴും മണ്ണിൽ നനവും തണുപ്പും കൊടുക്കണം. അതിന് നല്ല രീതിയിൽ മൾച്ചിങ് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കീടങ്ങളുടെ ശല്യം, വെള്ളീച്ച പോലെയുള്ള മീലിമൂട്ട പോലെയുള്ള കീടങ്ങളുടെ ശല്യം വളരെ കൂടുതൽ വരുന്ന സമയമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായി എന്തെങ്കിലും ജൈവ കീടനാശിനികൾ, ഞാൻ സാധാരണ കൊടുക്കുന്നത് ബിവേറിയയാണ്. നിങ്ങൾക്ക് വേപ്പെണ്ണയും സോപ്പോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ മറക്കാതെ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ള ജൈവ കീട നിയന്ത്രണവും നമ്മൾ മറക്കാതെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പച്ചക്കറികളെ വളർത്തിയെടുക്കാനും നല്ല വിളവ് അതിൽ നിന്നുണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.